പതിവില്ലാതെ ഇന്ന് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ. എന്നാ പറ്റി? വാട്ട് ഹാപ്പൻഡ്? പറയാൻ വരൂ. महाराष्ट्र में झूठ, छल, फरेब बुरी तरह हारा है. आज नेगेटिव पॉलिटिक्स की पराजय हुई. आज महाराष्ट्र ने विकसित भारत के संकल्प को और मजबूत किया है. എന്റെ എല്ലാ മാനവും പോയി. ഭയങ്കര വിഷമിക്കലോ പാപ്പിച്ചായ സെക്കൻഡ് ഇല്ലേ? ആ സഹതാപം 5 മാസം കഴിയുമ്പോൾ ഇല്ലാതാവുകയാണോ, അതോ ആ രോഷമൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിച്ചു കഴിഞ്ഞു, ഇനി മറ്റു വിഷയങ്ങളിലേക്ക് ജനശ്രദ്ധ മാറിയെന്നാണോ? ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ടോൾസ്റ്റോയ് പറഞ്ഞ പോലെ ഒരു വലിയ മരം വീണത് ഏറ്റവും ഒടുവിലത്തെ വെട്ടുകാരൻ്റെ അവസാനത്തെ വെട്ടുകൊണ്ടാണ് എന്ന് പറയുന്ന പോലെ ആ വെട്ടാണ് മരത്തെ വീഴ്ത്തിയതെങ്കിൽ പോലും അതിന് മുമ്പുള്ള വെട്ടുകൾ വളരെ നിർണായകമാണ്, പ്രധാനമാണ്. താനെന്താ ഈ അവണക്കണ്ണ കുടിച്ചതുപോലെ? എന്ത് പറയാനാ? കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലടക്കം പ്രധാനമാണ്. ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട്, രോഷമുണ്ട്. അത് ഒരു തെരഞ്ഞെടുപ്പിൽ ചെയ്യുന്നതുകൂടി അങ്ങോട്ട് വല്ലാതെ കുറഞ്ഞു പോകും. ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിനോട് ജനങ്ങൾക്ക് വലിയ ആമർശമുണ്ട്. മറിയെ കൂട്ടിച്ചേർത്തി പിച്ചച്ചട്ടി എടുത്തപ്പോൾ നമുക്കൊക്കെ വലിയ ധാർമ്മിക രോഷമുണ്ട് ഇല്ലേ? CPM-കാർ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തിയപ്പോഴൂടെ അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. അതുകൊണ്ട് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവർ ആ രീതിയിൽ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അവർക്ക് സൗകര്യമുള്ളവരെ ചെയ്യും. അവർ ചിലപ്പോൾ ഇടതുപക്ഷത്തിനെയും ചിലപ്പോൾ UDF-നെയും ചിലപ്പോൾ BJP-ക്ക്. അപ്പോൾ ജനങ്ങൾ വോട്ട് മാറ്റിക്കും. മഹാരാഷ്ട്ര ഭരിക്കാനായിട്ട് ഷിൻഡെയോ ഫട്നാവിസോ കുറച്ചുകൂടി ഭേദം എന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റും. അതല്ലേ ഹരിയാനയിൽ സംഭവിച്ചു, അത് തന്നെയല്ലേ മധ്യപ്രദേശിൽ സംഭവിച്ചു. പക്ഷെ ഇത് ഞാൻ ഇത്രയും പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. ഇനി പ്രതീക്ഷിക്കാതെ പലതും ലോലാക്കി കിട്ടും. കോൺഗ്രസ് മുന്നണിക്ക് പറ്റിയ തെറ്റെന്ന് വെച്ചാൽ അവർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചല്ലോ. ഇത്ര പെട്ടെന്ന് നടക്കുന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മാറ്റി ചിന്തിക്കും എന്ന് വിചാരിക്കാൻ അവർക്ക് പറ്റില്ല എന്നുള്ളതാണ് ഇവരുടെ പരാജയം കിടക്കുന്നത്. ഷമാ മുഹമ്മദ്, അടുത്ത 5 വർഷം മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ നേതാവ് പോലും ഉണ്ടായിരിക്കില്ല. ഈ തകർച്ചയിൽ നിന്ന് കോൺഗ്രസിനും NCP-ക്കും ശിവസേനയ്ക്കുമൊക്കെ കരകയറാൻ കഴിയുമോ, അതോ ശിവസേന എന്നാൽ ഷിൻഡെയുടെ ശിവസേനയും NCP എന്നാൽ അജിത് പവാറിന്റെ NCP-യുമായി മാറുമോ? അതുമായിട്ട് എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ. കോൺഗ്രസ് ശക്തരായ സഖ്യകക്ഷികളില്ലാതെ ഒറ്റപ്പെടുമോ? ഇതിൽ എനിക്കിപ്പം ശിവസേനയും NCP-നെ പറ്റി സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ കോൺഗ്രസ് കരകയറും, തോൽവി ഉണ്ടാവും, അതാണ് രാഷ്ട്രം. ഇപ്പം എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. രാഷ്ട്രത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഒരേ കാര്യം പറയാൻ പറ്റുള്ളൂ. രാഷ്ട്രത്തിൽ ഞാൻ കണ്ടെത്തോളം പറഞ്ഞ അബദ്ധാവോ എന്തോ, അത് ഉറപ്പാണല്ലോ. എൻ്റെ അനുഭവത്തിൽ നിന്ന് എവറി ഡോഗ് ഹാസ് ഇറ്റ്സ് ഡേ ആൻഡ് എവറി ഡോഗ് കംസ് ബാക്ക്. എല്ലാ പട്ടിക്കും അവരവരെ ദിവസമുണ്ട്, പട്ടികൾ തിരിച്ചു വരികയും ചെയ്യും. സോ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പോയോ, അത് ഞങ്ങൾക്ക് മനുഷ്യനിങ്ങനെ പക്ക പൊട്ടനായി പോയാൽ എന്ത് ചെയ്യും? എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ പശ്ചിമ ബംഗാളിൽ ഏറ്റവും വലിയ പ്രതിപക്ഷം അവിടെ ഇപ്പം ഞങ്ങളല്ല, പക്ഷെ BJP ആണ്. 6 സീറ്റും അവരാ ജയിച്ചത്. TMC അതിനെ പറ്റിയിട്ട് ആരും സംസാരിക്കില്ല. അതൊരു വലിയ അതാണ്. അവിടെ BJP-ന്റെ തോൽവിനെ പറ്റിയിട്ട് ഒരു ന്യൂസ് UP-ലും BJP ജയിച്ചിരിക്കുക, അത് സംസാരിക്കുന്നുണ്ടല്ലോ. അതിനെ പറ്റിയിട്ട് എല്ലാ മീഡിയ ചാനലിലും ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. UP-നെ പറ്റിയിട്ട് എല്ലായിടത്തും സംസാരിക്കുന്നുണ്ട്. പറയാന്ന് പറഞ്ഞാൽ BJP-യുടെ ഒരു വക്താവ് ഇപ്പം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി ജഡ്ജും അവരിലും അപ്പോയിന്റ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേലെ നിങ്ങൾ എന്തിനാ ചൂണ്ടിക്കാണി? BJP-യുടെ വക്താക്കളാരും ചർച്ചയിലില്ല. നേരത്തെ ആ കാര്യം പറഞ്ഞത് ഡോക്ടർ മോഹൻ വർഗീസ് ആണ്. എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? എനിക്ക് അല്ല, സോറി എന്റെ തെറ്റ്. പറയാൻ പറ്റുമോ? വളരെ പെട്ടെന്ന് ക്ഷമ, മറ്റുള്ളവർ കൂടി സംസാരിക്കണം. അല്ല, ഒരു പോയിന്റ് മാത്രം, ഒരു പോയിന്റ് പ്ലീസ്, ഒരു റിക്വസ്റ്റ് ആണ്. എനിക്ക് ഒരു ലാസ്റ്റ് പോയിന്റ് പറയാന്ന് പറഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും രാഹുൽ ഗാന്ധിന്റെ മേലെ ഒരു ആരോപണം എടുക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി അന്നും ഇന്നും അദാനിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ കാണുന്നത് ഗ്രാൻഡ് ജൂറി, അമേരിക്കന്റെ ഗ്രാൻഡ് ജൂറിയെ ഇൻഡൈറ്റ് ചെയ്തിട്ടില്ല. അതിന്റെ അന്വേഷണം ചെയ്ത് FBI, ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ന്യൂയോർക്ക് ആൻഡ് SEC എന്ന് പറഞ്ഞാൽ നമ്മളെ സെബിന്റെ പോലത്തെ ഒരു ഇതാണ്. അപ്പം എപ്പോഴും നിങ്ങൾ പറയുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് ഒരു കാര്യം വിചാരിച്ച് അദ്ദേഹം ചെയ്യുന്നതും അത് സത്യമാണെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ സംഭവിച്ചില്ല. ഇത്ര ദയനീയ തോൽവിയാണ് എന്ന് മാത്രമേ സൂചിപ്പിച്ചുള്ളൂ. നിങ്ങൾ എപ്പോഴും രാഹുൽ ഗാന്ധിയെ അനുകൂലിച്ച് എന്തെങ്കിലും പറയാതെ തിരിച്ച് ICC ഓഫീസിലേക്ക് ചെല്ലാൻ കഴിയില്ലെങ്കിൽ വീണ്ടും പറഞ്ഞോളൂ, സമയമില്ല.
ഇത്തവണ നേരത്തെ ശ്രീമതി ഷമാ മുഹമ്മദ് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഇത്ര വലിയൊരു വിജയം ആരും പ്രതീക്ഷിച്ചതല്ല. ഒരു പോയി എന്റെ ബാല്യം. തെരഞ്ഞെടുപ്പ് വിദഗ്ധനും അത് പ്രവചിച്ചതല്ല. BJPയുടെ ചെറുതോ വലുതോ ആയ ഒരു നേതാവും ഇതുപോലെ 230-ലേറെ സീറ്റിലെ വിജയം 234 നമുക്ക് കൃത്യമായി പറയാം, പ്രതീക്ഷിച്ചതും അല്ല. വിജയത്തിൻ്റെ കാരണം എന്തായിരിക്കും? നാടിനെ രക്ഷിക്കാൻ രാജാവിന് മാത്രമേ കഴിയൂ എന്നവർ വിശ്വസിച്ചു. സമൂഹത്തിലുള്ള വിവിധ വിഭാഗം ആൾക്കാരെ പ്രത്യേകമായിട്ട് പരിഗണിക്കുകയും അവർക്ക് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ കയ്യിൽ ഭരണമുള്ളത് കൊണ്ട് നടത്താനായിട്ട് അവർക്ക് സാധിച്ചു. ഇപ്പം രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും വരുന്ന സമയത്ത് ഇവിടെ ഇത്തരത്തിലുള്ള വെൽഫെയർ സ്കീമുകൾ മാത്രം അല്ലായിരുന്നു അവർ നടപ്പാക്കിയത്. അവർ വലിയ സ്കീമുകൾ നടത്തി. ഇപ്പോൾ തീരദേശ പാത ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അവിടെ വരുന്ന മെട്രോയുടെ എക്സ്റ്റൻഷനുകൾ, അടൽ സേതുവിനെ പറ്റി പറയുന്നുണ്ട്, സമൃദ്ധി സ്കീമിനെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള വലിയ പ്രോജക്റ്റുകളും അവരവിടെ കൊണ്ടുവന്നു എന്നുള്ളത് നമ്മൾ അതിന് വില കുറച്ച് കാണേണ്ടതല്ല. അപ്പോൾ എല്ലാ വിഭാഗം, അതായത് സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് അവരെ പരിഗണിക്കുക, മുതിർന്ന പ്രായമായ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാരെ പ്രത്യേകം പരിഗണിക്കുക, SC/ST വിഭാഗത്തിലുള്ള ആൾക്കാരെ പ്രത്യേകമായി പരിഗണിക്കുക, OBC വിഭാഗത്തിനെ മൊത്തമായി പരിഗണിക്കുന്ന രീതിയിലത്തേക്കുള്ള സ്കീമുകൾ കൊണ്ടുവരിക. അവന് ബുദ്ധിയുണ്ട്, മനസ്സിലായോ? അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരുണ്ട്, പക്ഷേ അവർക്ക് സ്കിൽഡ് ലേബറിലേക്ക് പോകുന്നതിന് വേണ്ടുന്ന കുറേയധികം പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഫണ്ടഡ് അപ്രന്റീസ്ഷിപ്പ് കൊടുക്കുന്ന രീതിയിലത്തേക്കുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നു. അതായത് കുട്ടികൾക്ക് ഇതേപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതി, സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അങ്ങനെയുള്ള കേന്ദ്ര പദ്ധതികളും ഈ വിജയത്തിന് കാരണമായി എന്നാണ് ശ്രീ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത്. ഇതിനുശേഷം നടന്ന ഹരിയാന മഹാരാഷ്ട്ര സന്ദേശം കൊണ്ടുപോകുന്നതുമാണ്. സമയം അവസാനിക്കുന്നു, ക്ഷമിക്കണം. ന്യൂസ് അവർ അവസാനിക്കുകയാണ്. ഇനി നാരായണൻ.